കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ CPIM നേതാവ് M. സ്വരാജിന് ഒരു അക്കാദമി എൻഡോമെന്റ് പുരസ്കാരം കിട്ടി. പൂക്കളുടെ പുസ്തകം എന്ന അദ്ദേഹത്തിന്റെ ഉപന്യാസ സമാഹാരത്തിനാണ് പുരസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളുടെ ചൂടാറും മുമ്പേ പുരസ്കാര പ്രഖ്യാപനം വന്നതുകൊണ്ടാകാം ആരോപണങ്ങളുമായി പലരും ചാടി വീണു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പകരം കൊടുത്ത പാരിതോഷികം എന്ന് വ്യാഖ്യാനിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവാദം പുകയ്ക്കുന്നത്. സ്വരാജ് അദ്ദേഹം പിന്തുടരുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായി പുരസ്കാരം നിരസിച്ചു. അവിടെ തീർന്നില്ല. അതോടെ പരിഹാസവും വിമർശനവും കൂടുതൽ കത്തിക്കാനായി ശ്രമം. ശരിക്കും എന്താണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൻ്റെ രീതികൾ? RDX വിശദമായി പരിശോധിക്കുന്നു. M. സ്വരാജ് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് സർക്കാർ കൊടുത്ത പാരിതോഷികമാണ് അവാർഡെന്ന് പലരും ആക്ഷേപിച്ചു. അപേക്ഷിക്കാതെ അവാർഡ് ലഭിക്കില്ല, കിട്ടിയപ്പോൾ നിഷേധിച്ച ആളാകാൻ നോക്കുന്നു എന്ന വിമർശനം ഉയർത്തിയവരിൽ യുവ കോൺഗ്രസ് നേതാക്കൾ മുതൽ മാധ്യമപ്രവർത്തകരും എല്ലാമുണ്ട്. ഒടുവിൽ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ തന്നെ വിശദീകരണവുമായി എത്തി. വിമർശനങ്ങളിൽ പ്രതികരിച്ച് എഴുത്തുകാരനും അക്കാദമി ചെയർമാനുമായ K. സച്ചിദാനന്ദനും രംഗത്തെത്തി. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ അവാർഡാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡെന്നും ഇതിന് പുസ്തകം അയക്കേണ്ട ആവശ്യമില്ലെന്നും എത്രയോ മാസങ്ങൾക്ക് മുൻപാണ് അവാർഡിനുള്ള ചുരുക്കപ്പട്ടിക ഉണ്ടാക്കിയതെന്നും സച്ചിദാനന്ദൻ അറിയിച്ചു. നല്ല വായനക്കാരായ വിവിധ മേഖലകളിലെ 10 വ്യക്തികളുടെ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് കമ്മിറ്റി ഓരോ വിഭാഗത്തിലും ചുരുക്കപ്പട്ടിക ഉണ്ടാക്കും. ഈ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് 3 അംഗ ജൂറി ഓരോ വിഭാഗത്തിലെയും പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. ഈ വിശദീകരണത്തിനെല്ലാം ശേഷവും പുരസ്കാര നേട്ടത്തിനും തിരസ്കാരത്തിനുമെതിരെ സാമൂഹിക മാധ്യമ വാളുകളിൽ പരിഹാസം അളവില്ലാതെ പ്രവഹിക്കുകയാണ്. RDX ന്യൂസ് മലയാളം. നമുക്ക് ഡാറ്റ ഷീറ്റ് പരിശോധിക്കാം. സ്വരാജിന്റെ നിലപാട് എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഒരു വിധത്തിലുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിക്കില്ല എന്നത് മുൻപേയുള്ള നിലപാടാണ് എന്ന് സ്വരാജ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. മുൻപ് ട്രസ്റ്റുകൾ പുരസ്കാരങ്ങൾക്ക് പരിഗണിച്ചപ്പോൾ ഈ നിലപാട് താൻ അറിയിച്ചിരുന്നു എന്ന് സ്വരാജ് വ്യക്തമാക്കുന്നു. ഇപ്പോൾ അവാർഡ് വിവരം വാർത്തയായി വന്നതിനാലാണ് പരസ്യ പ്രതികരണം വേണ്ടി വന്നത് എന്ന് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പൊതുപ്രവർത്തനത്തിലും എഴുത്തിലും ഉൾപ്പെടെ ഒന്നിലും പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതല്ല എന്നാണ് സ്വരാജ് പറഞ്ഞിരിക്കുന്നത്. അക്കാദമി അവാർഡുകൾ നൽകുന്നത് അപേക്ഷകൾ ക്ഷണിച്ചിട്ടാണല്ലോ എന്ന് VT ബൽറാം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. അപേക്ഷിക്കാതെ തന്നെ അവാർഡ് നൽകാൻ അക്കാദമിക്ക് കഴിയുന്നുവെങ്കിൽ നല്ല കാര്യം എന്നുകൂടെ സ്വരാജിൻ്റെ പരിഹാസ പോസ്റ്റിൽ പറയുന്നു. ബൽറാമിൻ്റെ പരിഹാസ പോസ്റ്റിൽ പറയുന്നു. പിണറായി സർക്കാരിൻ്റെ ഭരണനേട്ടമായി കാണാവുന്നതാണ് എന്ന പരിഹാസം കൂടെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലുണ്ട്. പുരസ്കാരം ത്യജിച്ചത് സാഹിത്യ ലോകത്തിന് തീരാ നഷ്ടമാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കൂടെ പറഞ്ഞതായി നമ്മൾ കണ്ടു. സ്വരാജ് പുരസ്കാരത്തിനായി പുസ്തകം അയച്ചു തന്നിട്ടില്ല എന്ന് അക്കാദമി സെക്രട്ടറി പിന്നീട് വിശദീകരിച്ചു. ഈ വർഷം 16 അവാർഡുകൾ പ്രഖ്യാപിച്ചതിൽ 11 അവാർഡിനായി പുസ്തകം അയച്ചു തരാത്തതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പുസ്തകം അവാർഡ് നിർണയ സമിതിക്ക് നൽകിയത് അക്കാദമി ലൈബ്രറിയിൽ നിന്നാണ് എന്നുകൂടെ ആ വിശദീകരണത്തിലുണ്ട്. അവാർഡ് നിരസിക്കാൻ എഴുത്തുകാരന് അവകാശവുമുണ്ട്, മുമ്പും പലരും നിരസിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 3 വിധമാണ് സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് പുസ്തകങ്ങൾ പരിഗണിക്കാൻ നമ്മൾ കാണുന്നു. ഇത് പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുമ്പോൾ പുരസ്കാരത്തിന് പുസ്തകം എഴുത്തുകാർക്കും പ്രസാധകർക്കും അയച്ചു നൽകാം. അതൊരു രീതിയാണ്. എല്ലാ പ്രസാധകരും എല്ലാ പുസ്തകങ്ങളുടെയും ഒരു കോപ്പി അക്കാദമി ലൈബ്രറിക്ക് അയക്കും എന്ന് നമ്മൾ കാണുന്നു. അക്കാദമിയുടേത് റെപ്പോസിറ്ററി ലൈബ്രറി ആയതുകൊണ്ട് ഇപ്രകാരം പുസ്തകം അയക്കണം എന്നതാണ് നമ്മൾ കാണുന്നത്. പ്രസാധകർ എത്തിക്കാത്ത പുസ്തകങ്ങൾ അക്കാദമി വിലക്ക് വാങ്ങി പുസ്തക ശേഖരത്തിൽ ചേർക്കും എന്ന് നമ്മൾ കാണുന്നു. ലൈബ്രറിയിൽ നിന്ന് ശ്രദ്ധേയ പുസ്തകങ്ങൾ പുരസ്കാരത്തിന് അവർ സ്വമേധയാ പരിഗണിക്കും എന്ന് നമ്മൾ അറിയുന്നു. ചുരുക്കപ്പട്ടിക നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? വിവിധ മേഖലകളിൽ നിന്നുള്ള വായനക്കാരുടെ ഒരു സമിതിയാണ് ഈ ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നത് അവാർഡിന് വേണ്ടിയുള്ളത് എന്നാണ് നമ്മൾ അറിയുന്നത്. സമിതി അംഗങ്ങളും പരിഗണിക്കണം എന്ന് തോന്നുന്ന പുസ്തകങ്ങൾ അവരുടേതായിട്ട് ഈ പട്ടികയിൽ ചേർക്കും. സമിതി അംഗങ്ങൾ കൂടിയാലോചിച്ച് പുസ്തകങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യുക. അതാണ് രീതി. ഓരോ വിഭാഗത്തിലും 10 പുസ്തകങ്ങൾ വീതം 10 അംഗ സമിതി തിരഞ്ഞെടുക്കും എന്നും നമ്മൾ അറിയുന്നു. ഷോർട്ട് ലിസ്റ്റിംഗ് സമിതി തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ 3 അംഗ ജൂറിയാണ് പിന്നീട് പരിഗണിക്കുക. ഷോർട്ട് ലിസ്റ്റിംഗ് സമിതിയെയും ജൂറിയെയും തിരഞ്ഞെടുക്കുന്നത് അക്കാദമി പ്രസിഡന്റാണ് എന്നും നമ്മളിപ്പോൾ അറിയുന്നു. 3 ജൂറി അംഗങ്ങളും പരസ്പരം അറിയുകയില്ല. അവർ ഇടുന്ന മാർക്ക് അക്കാദമി ഓഫീസാണ് കൂട്ടിയിട്ട് പുരസ്കാരത്തിനായിട്ട് ഉള്ള അന്തിമ തീരുമാനം എടുക്കുക. ഫെലോഷിപ്പ്, മറ്റ് പുരസ്കാരങ്ങൾ മാത്രം അക്കാദമി ബോർഡ് ഏകകണ്ഠമായി തീരുമാനിക്കും എന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സ്വരാജിൻ്റെ പുരസ്കാരം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തൊട്ടു പിന്നാലെ വന്നതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വിവാദമായത്. പക്ഷേ അതിനു മുമ്പ് തന്നെയും തീരുമാനമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് അറിയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഡാറ്റ ഷീറ്റ് കണ്ടത്. സുജിത് ചന്ദ്രൻ കൂടെ വിശദാംശങ്ങൾ നൽകും. സുജിത്ത്, രാഷ്ട്രീയക്കാരന് അത്തരമൊരു അവാർഡ് ലഭിച്ചു. രാഷ്ട്രീയമായിട്ട് എതിർക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിനൊടുവിലായിരുന്നു. പ്രത്യേകിച്ചും M. സ്വരാജിനെ പോലെ നല്ല തോതിൽ അദ്ദേഹത്തിൻ്റെ മഴവിൽ രാഷ്ട്രീയ എതിരാളി മുന്നണിയിൽ നിന്ന് എതിർപ്പ് നേരിടുന്ന ഒരു ഒറ്റ വ്യക്തി നേതാവാണ്, ചെറുപ്പക്കാരനായ നേതാവാണ്. അതുകൊണ്ട് ഇതങ്ങ് വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഏത് നിലക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ സ്വരാജിനൊപ്പം നിൽക്കേണ്ടുന്നൊരു വിഷയമാണിതെന്ന്. ഏത് നിലക്കാണ് നമ്മളതിനെ കാണേണ്ടത്?
സനീഷ്, തീർച്ചയായിട്ടും സ്വരാജ് എന്ന എഴുത്തുകാരനെയും സ്വരാജ് എന്ന രാഷ്ട്രീയക്കാരനെയും മാറ്റി നിർത്തി കാണാനാവില്ല. കാരണം സ്വരാജിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഈ പൂക്കളുടെ പുസ്തകം എന്ന പുസ്തകത്തെ ഒന്ന് സെപ്പറേറ്റ് മാറ്റി നിർത്തി കണ്ടാൽ തന്നെ അത് വായിക്കാൻ കൊള്ളാവുന്ന, അത്യാവശ്യം വായിച്ചിരിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് എന്നൊക്കെ സാധാരണ വായനക്കാരന് പോലും തോന്നുന്ന ഒരു പുസ്തകമാണ്. 26 കോപ്പികൾ പുറത്തിറങ്ങിയൊരു പുസ്തകമാണ്. നമ്മുടെ ഡാറ്റ ഷീറ്റ് തന്നെ അത് സ്വയം പറയുന്നുണ്ട്. അതായത് 26 കോപ്പികൾ പുറത്തിറങ്ങിയ ഒരു പുസ്തകത്തെ അക്കാദമിക്ക് അവഗണിക്കാൻ പറ്റില്ല. അതിൻ്റെ പ്രസാധകർ ചോദിക്കും എവിടെ ഞങ്ങളുടെ പുസ്തകം എന്ന് ചോദിക്കും. അതിൻ്റെ ആതൊരു റെപ്പോസിറ്ററി ലൈബ്രറി സിസ്റ്റം ആയതുകൊണ്ട് എല്ലാ പുസ്തകങ്ങളും അവിടെ വാങ്ങി വയ്ക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇത്രയധികം വിറ്റുപോയൊരു പുസ്തകം സ്വാഭാവികമായും പരിഗണിക്കപ്പെടും. അതതിൻ്റെ സ്വാഭാവികത മാത്രമാണ്. ആ പുസ്തകത്തിലേക്ക് തന്നെ ചെന്നാൽ അത് പൂക്കളെക്കുറിച്ചാണ് അതിൽ എഴുതുന്നത്. രാഷ്ട്രീയം അതിലുണ്ട്. അതായത് ക്രിസാന്തിമം പൂക്കൾ, അതായത് മുല്ലപ്പൂ വിപ്ലവത്തെ സംബന്ധിച്ച് എഴുതുമ്പോൾ മുല്ലപ്പൂ പൂക്കൾ, അതേപോലെ അമേരിക്കയുടെ റോസാപ്പൂവ്, അതേപോലെ തമിഴ് ഈഴത്തിൻ്റെ പുഷ്പമായിരുന്ന അവർ കണ്ട പുഷ്പം, ഇങ്ങനെ പലതരം പുഷ്പങ്ങളെക്കുറിച്ച് ഇത് എഴുതുന്നുണ്ട്. ഈ എലീഷ്യ കഫയിലെ ഒരു വലിയ ചടങ്ങ് കഴിഞ്ഞ് റഷ്യൻ സാഹിത്യകാരന്മാരുമായി സംസാരിച്ചതിന് ശേഷം റോബർട്ട് ഫ്രോസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ വഴിയിൽ പാതയോരത്തൊരു ചെറിയ കുഞ്ഞു പൂവിനെ കണ്ട് അതിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നു. ആ നിമിഷം 70 വയസ്സുള്ള റോബർട്ട് ഫ്രോസ്റ്റ് ഒരു കുഞ്ഞായി മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പൂക്കളെ സമീപിച്ചിട്ട് പൂക്കളിലൂടെ വിശാല രാഷ്ട്രീയത്തെ അദ്ദേഹം പലവഴി സമ്പാദിച്ച വൈജ്ഞാനിക മേഖലകളിൽ നിന്നുള്ള അറിവുകളെ ചേർത്ത് വയ്ക്കുന്ന ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും വായനാക്ഷമതയുള്ളൊരു പുസ്തകമാണ്. ഈ മറ്റൊരു കാര്യം അക്കാദമിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, അതായത് ഈ എഴുത്തുകാർ നേരിട്ട് സമർപ്പിക്കുന്ന പുസ്തകം എല്ലാ അവാർഡ് നിർണയ സമയത്തും ഒരു 10% പുസ്തകമേ ഉള്ളൂ, കൂടിയാൽ 15%. ബാക്കി പ്രസാധകർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അക്കാദമി അവരുടെ ലൈബ്രറിയിൽ നിന്ന് സ്വയം എടുത്തു വയ്ക്കുന്നതോ ഈ ഷോർട്ട് ലിസ്റ്റിംഗ് സമിതി കൊടുക്കുന്ന പുസ്തകങ്ങളാണ്. ഇത്തവണത്തെ തന്നെ സെക്രട്ടറി നിശ്ചയിച്ച പുറത്തു തന്ന ആ ലിസ്റ്റ് ഉണ്ടല്ലോ, 16 അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. 11 അവാർഡുകളും ആരും അപേക്ഷിക്കാതെ അക്കാദമി കൊടുക്കുന്നതാണ്. അപേക്ഷിക്കാതെ കൊടുക്കുന്ന അവാർഡ് എന്നുള്ളത് തന്നെയാണ് ഈ സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ ഒരു ഗരിമയും മേന്മയും. അത് സ്വരാജ് തിരസ്കരിച്ചു എന്നുള്ളത് ശരി തന്നെ. പുരസ്കാരങ്ങൾ വാങ്ങില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് തിരസ്കരിക്കുന്നത്. പക്ഷേ സ്വരാജ് എന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തന്നെ ഒരു ഐഡൻറ്റിറ്റി, അസ്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വ്യാപകമായി വായിക്കപ്പെടുന്നുണ്ട്. അതിന് ഒരു വിദഗ്ധ സമിതി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഒരു ജൂറി, 3 അംഗ ജൂറി അതിന് 3 ഭാഗത്തിരുന്ന് മാർക്കിടുന്നുണ്ട്. അതിനൊരു പുരസ്കാരം കിട്ടിയാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടും തൊട്ടു മുമ്പ് ഒരു ഇലക്ഷനിൽ പരാജയം നേരിട്ട് നിന്നതിപ്പോൾ ഈ അവാർഡ് എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഇതിപ്പോൾ അപേക്ഷ സ്വയം അയച്ചിട്ടില്ലെങ്കിലും അവാർഡ് കൊടുക്കുന്നതാണ് ഇതിൻ്റെ സാഹിത്യ അക്കാദമിയുടെ രീതി എന്നും അറിയാത്ത ആളായിരിക്കില്ലോ VT ബലറാമിനെ പോലുള്ള ആളുകൾ. ഒരു ഫോൺ വിളിച്ച് ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെ രീതി എന്ന് അറിയാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ തൊട്ടു പിന്നാലെ ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം, പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള സ്വരാജിനൊപ്പം സമകാലികരായിട്ടുള്ള നേതാക്കളെല്ലാം കൂടെ ചാടി ഇറങ്ങുന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ബാക്കിയാകുന്ന കരുത്തുള്ളൊരു രാഷ്ട്രീയ നേതാവാണ് സ്വരാജ് എന്നൊരു ആന്തരിക ഭീതി കൊണ്ടുകൂടിയായിരിക്കുമോ? അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അതങ്ങ് വിട്ടുകളഞ്ഞേക്കാം, എന്തായാലും ആൾ തെരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കുകയാണല്ലോ എന്ന് കരുതി ഒഴിവായി പോകുന്നതിന് പകരം ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ക്രഷ് ചെയ്തേക്കാം, പരിഹസിച്ച് കളഞ്ഞേക്കാമെന്ന തോന്നലിന് ആന്തരികമായിട്ടുള്ള ഇയാളുടെ ഒരു രാഷ്ട്രീയ കരുത്തിനോടുള്ള ഭീതി കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചാൽ തെറ്റാകുമോ? വേണമെങ്കിൽ കരുതാം. കാര്യം സ്വരാജ് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയതോടുകൂടി, അല്ലെങ്കിൽ ഇതിനു മുമ്പ് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കരിസ്മ അല്പം കൂടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം വായിക്കുന്ന ആളോ എഴുതുന്ന ആളോ അല്ലെങ്കിൽ വളരെ മാന്യമായി പെരുമാറുന്ന ആളോ എതിരാളികളോട് പോലും ആ തരത്തിൽ രാഷ്ട്രീയ സഭ്യതയോടുകൂടി പെരുമാറുന്ന പക്വതയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കേരളം വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് സോഷ്യൽ മീഡിയ ആണല്ലോ സനീഷ്. കാരണം ഈ സമയത്ത് പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ ഈ സമയത്ത് പ്രക്ഷേപണം ചെയ്യുകയാണ്, ഈ സമയത്ത് പലരത് വായിക്കുകയാണ്. അതിൻ്റേതായ ബബിളുകളിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ രൂപപ്പെടുകയാണ്. അതിനെ ഒരു പൊതുബോധമാക്കി കൊണ്ടുവരാനൊക്കെയുള്ള അല്ലെങ്കിൽ ഈ അക്കാദമി പുരസ്കാരം എന്നുള്ള ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് ഇതിങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം ഒരു ജാടയ്ക്ക് വേണ്ടി തിരസ്കരിച്ചു എന്നൊക്കെ പറയുന്നത് എത്രത്തോളം കേരളത്തിൽ നിൽക്കും, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നിട്ടും പറയുക എന്ന് പറഞ്ഞാൽ അതങ്ങനെ പറഞ്ഞു പോവുക, ആ പോകുന്നതിലൂടെ ഇങ്ങനെ കല്ലെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് പോകുന്നതിൽ ഏതെങ്കിലുമൊക്കെ ചെന്ന് കൊണ്ടോട്ടെ എന്ന രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കിപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടൊക്കെ പറയാനുള്ളത്, ഈ സ്വരാജിൻ്റെ അഭിപ്രായങ്ങളെ മാറ്റിവെക്കാം, സ്വരാജിൻ്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് തിരസ്കരിക്കാം. പക്ഷേ ഞാൻ വായിച്ച പുസ്തകമാണത്. ഈ പലതരം പൂക്കളിലൂടെ ഈ ലോകത്തെ പലതരം പോരാട്ടങ്ങളുടെയും ചിന്തകളുടെയും പിന്നെ വിജ്ഞാനത്തിൻ്റെയും ഒക്കെ വഴികളിലേക്ക് ഇങ്ങനെ തുറന്ന് ചെറിയ ചെറിയ കിളിവാതിലുകൾ തുറക്കുന്ന, വായിച്ചു പോകാൻ ഹൃദ്യമായൊരു പുസ്തകമാണത്. അതിലൂടെ ഇപ്പോൾ ക്രിസാന്തിമത്തെ പറയുന്നുണ്ട്, മുല്ലപ്പൂവിനെ പറയുന്നുണ്ട്, കണിക്കൊന്നയെ പറയുന്നുണ്ട്, തമിഴീഴം പുഷ്പത്തെ പറയുന്നുണ്ട്. അങ്ങനെ പല പുഷ്പങ്ങളിലൂടെ
പല ചിന്തകൾ വിരിച്ചിരുന്ന ആ പുസ്തകം നമ്മളൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. ശരി സുഹിത്തെ, ഞാൻ ഉറപ്പായിട്ടും അടുത്ത ദിവസം തന്നെ ഞാൻ വായിക്കും. എനിക്കിതുവരെ ആ പുസ്തകം വായിക്കാനായിട്ട് പറ്റിയിട്ടില്ല. പല ആളുകളും നല്ല അഭിപ്രായം പറഞ്ഞ പുസ്തകം, പല കാരണങ്ങൾ കൊണ്ടത് വായിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അത് ഉടനടി വായിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇതിനകത്ത് സ്വരാജ് ഈ അവാർഡ് ആവശ്യമില്ല നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അക്കാദമിയോട് സ്നേഹബഹുമാനങ്ങളെല്ലാം പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു ട്രസ്റ്റിൻ്റെയും അവാർഡ് സ്വീകരിക്കില്ല, ഇപ്പോൾ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള കാലത്തും സ്വീകരിക്കില്ല എന്ന് എം സ്വരാജ് പറയുന്നത്. അത് വലിയ ആന്തരികമായിട്ട് വലിയ കരുത്തുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാനാവുകയുള്ളൂ എന്ന് നിശ്ചയമായിട്ടും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾ മനസ്സിലാക്കണം. എം സ്വരാജ് എന്ന രാഷ്ട്രീയ നേതാവിന് ഇപ്പോൾ വയസ്സ് 46 മാത്രമാണ്. 46 വയസ്സുകാരനായിട്ടുള്ള വളരെ താരതമ്യേന നമ്മുടെ നാട്ടിൽ യുവ നേതാവ് എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് എം സ്വരാജ്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഇനിയും അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതും. ഈ അവാർഡ് പുരസ്കാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം കൂടെ ഉള്ളതാണ്. അതായത് ഇപ്പം ഏത് മേഖലയിൽ, സിനിമയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും മാധ്യമപ്രവർത്തന മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അസംഖ്യം മേഖലകളിലെല്ലാം പുരസ്കാരം ലഭിക്കുക എന്ന് വെച്ചാൽ അതിലൂടെ സാമ്പത്തികമായിട്ടുള്ള ചില വരവുകളുണ്ട്. ചില അവാർഡുകൾക്കൊപ്പം ചെറിയ പൈസയാണ് ഉണ്ടാവുക, ചില അവാർഡുകൾക്കൊപ്പം വലിയ ക്യാഷ് അവാർഡുകൾ കൂടെ ഉണ്ടാകും. അതൊന്നും വേണ്ടതില്ല എന്ന് 46 വയസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തീരുമാനമെടുത്ത് പരസ്യപ്പെടുത്തുന്നു. അദ്ദേഹം അത് പറയുന്നത്, ഞാൻ നേരത്തെ തന്നെ ട്രസ്റ്റുകളെയും മറ്റുമൊക്കെ പല അവാർഡുകളും വന്നപ്പോൾ ഇത് അറിയിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത് പരസ്യമായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പരസ്യമായിട്ട് ഞാനിപ്പോൾ പറയുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ആന്തരികമായിട്ട് ആ നിലക്കുള്ളൊരു കരുത്തു കൂടിയാണ് എന്ന് കാണണം. അതായത് ഭാവിയിലും തനിക്ക് വരാനിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന പദവിയിലിരിക്കുന്ന, അത്യാവശ്യം എഴുത്തും പുസ്തക വായനയും പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ ഇടയുള്ള, നിശ്ചയമായിട്ടും എഴുതുക തന്നെ ചെയ്യുന്ന ഈ എം സ്വരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആയിട്ടുള്ള നേതാവ് എനിക്കിനി അങ്ങോട്ട് കിട്ടുന്ന അവാർഡുകളുടെയും സാമ്പത്തിക വരവോ അല്ലെങ്കിൽ അതിൻ്റെ പുരസ്കാരം വഴിയുള്ള പ്രശസ്തിയോ ആവശ്യമില്ല എന്ന് ഈ പ്രായത്തിൽ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ആന്തരികമായുള്ളൊരു കരുത്ത് വ്യക്തമാക്കുന്ന കാര്യമുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ നേതാക്കളെയും അംഗീകരിക്കേണ്ടതാണല്ലോ നമ്മളെപ്പോലുള്ള ആളുകളെന്ന് പറയുമ്പോൾ. അതങ്ങനെ തന്നെയാണ്. ഇത്തരം കാര്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ നേതാക്കളെയും അംഗീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ എം സ്വരാജിൻ്റെ ആ ഒരു രാഷ്ട്രീയ ആന്തരികമായ കരുത്ത് മനസ്സിലാക്കുകയായിരുന്നു ഇതര രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ചെയ്യേണ്ടിയിരുന്നത്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതുകൊണ്ട് മാത്രമായിട്ട് അദ്ദേഹത്തിന് അവിടെ 10 വോട്ട് കിട്ടാനൊന്നുമില്ല എന്ന് കണ്ട് ഒന്നുകിൽ അതേക്കുറിച്ച് ഒന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിച്ചൊരു വരി പോസ്റ്റ് ഇടുക എന്ന് ചെയ്യേണ്ടിയിരുന്ന ആളുകൾ പക്ഷേ എന്തോ ഒരു അസൂയാവഹമായിട്ടുള്ള അല്ലെങ്കിൽ എന്തോ തരത്തിൽ അസൂയയും മറ്റും ഈ നിലപാടുള്ള സ്വരാജിനോടുണ്ടായി എന്ന മട്ടിൽ മുന്നിലേക്ക് വന്ന് ആഞ്ഞാഞ്ഞ് പോസ്റ്റ് ഇടുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടാണത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പൂക്കളുടെ പുസ്തകം ഉടനടി തന്നെ വായിക്കാൻ ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിനകം തന്നെ 10-28 തവണ പുസ്തകം അടിച്ചിറക്കിയിട്ടുള്ള DC ബുക്സിൽ നിന്ന് ഒരു കോപ്പി ഞാനും കൂടെ കരസ്ഥമാകും. അപ്പോൾ ആളുകൾ ഇത്തരം വിവാദങ്ങളിലൂടെ കൂടുതലായിട്ട് ഈ പുസ്തകങ്ങൾ വാങ്ങുകയാണ് ചെയ്യുക. ഇത്തരം വിവാദങ്ങൾ എം സ്വരാജ് എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ, രാഷ്ട്രീയ നേതാവിനെ കൂടുതൽ കരുത്തുറ്റ ആളാക്കി മാറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോകാം. ഇഷ്ടമല്ലാത്ത ഒരാൾ തൊട്ടതെല്ലാം കുറ്റം എന്ന മട്ടിലാണ് എം സ്വരാജിൻ്റെ പുരസ്കാര ലബ്ധിക്ക് പിന്നാലെ പുറത്തു വന്ന പ്രതികരണങ്ങളിലേറെയും. ഏറെ വായനക്കാർ വായിച്ച ഒട്ടേറെ പതിപ്പുകൾ പുറത്തിറങ്ങിയ പുസ്തകമാണ് സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം. അത് അക്കാദമി പുരസ്കാരത്തിനായി പരിഗണിച്ചത് സ്വാഭാവികമായ കാര്യം മാത്രമാണ്. അപേക്ഷിക്കാത്ത പുസ്തകത്തിന് അക്കാദമി പുരസ്കാരം കിട്ടുന്നത് ഇതാദ്യത്തെ സംഭവവുമല്ല. പുരസ്കാരം കിട്ടിയത് ജൂറിയുടെ തീരുമാനവുമാണ്. ആ പുരസ്കാരം നിരസിച്ചത് സ്വരാജിൻ്റെ സ്വാതന്ത്ര്യവുമാണ്. അർത്ഥശൂന്യമായ വിവാദങ്ങൾ തിന്ന് ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മളിങ്ങനെ പരിമിതപ്പെടരുത് എന്നാണ് വിവാദത്തിലെ തൽപര കക്ഷികളോട് RDXന് പറയാനുള്ളത്. അക്കാദമി പുരസ്കാര ജേതാക്കൾക്കെല്ലാം RDXൻ്റെ അഭിനന്ദനങ്ങൾ. പുരസ്കാരം നിരസിച്ചെങ്കിൽ കൂടെ സ്വരാജിനും അഭിനന്ദനം. ഇടവേളയിലേക്ക്.